Question number 2. When seeking consent for a postmortem examination, it is necessary to. When seeking consent for a postmortem examination, ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് കൺസെന്റ് അനുവാദം സീക്ക് ചെയ്യുമ്പോൾ തേടുമ്പോഴത്തേന് ഇറ്റ് ഈസ് നെസസറി, ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് എന്താണ് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം നോക്കാം. എ സീനിയർ മെമ്പർ ഓഫ് ദ ക്ലിനിക്കൽ ടീം, preferably the consultant in charge of the care, should raise the possibility of postmortem examination with the most appropriate person to give consent. അതായത് നിങ്ങളുടെ ക്ലിനിക്കൽ ടീമിലെ ഒരു സീനിയർ മെമ്പർ, എ സീനിയർ മെമ്പർ ഓഫ് ദ ക്ലിനിക്കൽ ടീം, പ്രിഫറബിളി, അത് കുറച്ചും കൂടെ നമുക്ക് കൊള്ളാം എന്ന് തോന്നുന്നത് ആരെയായിരിക്കും? ദ കൺസൾട്ടന്റ് ഇൻചാർജ് ഓഫ് ദ കെയർ, ആ ഒരു കെയർ കൊടുക്കുന്നതിന് കൺസൾട്ടന്റ് ഇൻചാർജ് ഷുഡ് റേസ് ദ പോസിബിലിറ്റി ഓഫ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ with the most appropriate person to give consent. പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നും അനുവാദം തരുവാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യനായ വ്യക്തിയോട് ഷുഡ് റേസ് ദ പോസിബിലിറ്റി ഓഫ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. അതായത് ഈ രോഗി മരിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ നമുക്ക് എന്തുണ്ട്, അത് കഴിയുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തേണ്ടതായിട്ട് വരും, അതിന് നിങ്ങളുടെ കൺസെന്റ് വേണം എന്ന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയോട് ആര് പറയണം? ഈ സീനിയർ ക്ലിനിക്കൽ ടീം മെമ്പറോ അതിനകത്ത് കൺസൾട്ടന്റ് ഇൻചാർജോ പറയണം. The person consenting will need an explanation for the reasons for the postmortem examination and what it hopes to achieve. ഇനിയിപ്പം ഏത് വ്യക്തിയാണോ ഈ കൺസെന്റ് കൊടുക്കേണ്ടത്, the person consenting, അനുവാദം കൊടുക്കേണ്ട വ്യക്തി will need, അദ്ദേഹത്തിന് ആവശ്യമായിട്ട് വരും, എന്താവശ്യമായിട്ട് വരും? an explanation, ഒരു വിശദീകരണം. എന്തിനെ പറ്റിയുള്ള വിശദീകരണം? of the reasons for the postmortem examination, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാരണങ്ങളും, ആൻഡ് വാട്ട് ഇറ്റ് ഹോപ്സ് ടു അച്ചീവ്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏത് വ്യക്തിയാണോ നമുക്ക് അനുവാദം തരേണ്ടത് ആ വ്യക്തിക്ക് വിശദീകരിച്ച് കൊടുത്തിരിക്കണം. ക്ലിയർ? The first approach should be made as soon as it is apparent that a postmortem examination may be desirable. ഫസ്റ്റ് അപ്രോച്ച്, അതായത് ഈ ഒരു കൺസെന്റ് തരേണ്ട ആദ്യ വ്യക്തിയെ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ഷുഡ് ബി മെയ്ഡ് ആസ് സൂൺ ആസ്, നമ്മൾ ഇത് മനസ്സിലായ ഉടൻ തന്നെ, എന്ത് മനസ്സിലായ ഉടൻ തന്നെ, ഇറ്റ് ഈസ് അപ്പാരന്റ് ദാറ്റ് എ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ മേ ബി ഡിസൈറബിൾ, അതായത് ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഇവിടെ ആവശ്യമായിട്ട് വരും, അതായത് പേഷ്യന്റ് ഈസ് ഗോയിങ് ടു ഡൈ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് എ നീഡ് ഓഫ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് നമുക്ക് തോന്നുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കൺസെന്റ് തരേണ്ട ആളെ കണ്ടുപിടിക്കണം, അയാളോട് പോയി കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. എന്തുകൊണ്ട്? as there is no need to wait until the patient has died. പേഷ്യന്റ് മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? വെയിറ്റ് ചെയ്യരുത്. മരിക്കും എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. Many relatives are more prepared for the consenting procedure if they had the time to think about it beforehand. അതായത് ഒരു റിലേറ്റീവിനോട് നമ്മൾ നേരത്തെ, പേഷ്യന്റ് മരിക്കുന്നതിന് കുറെ നേരം മുമ്പ് തന്നെ നമ്മൾ പറയുകയാണ്, അദ്ദേഹം മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ട് വരും, അത് നിങ്ങളുടെ കൺസെന്റ് വേണം എന്ന് കുറച്ച് നേരത്തെ പറയുകയാണെങ്കിൽ they will prepare for the consenting procedure. ഇത് അയാൾക്ക് അയാളുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കാം, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് നമ്മൾ അനുവാദം കൊടുക്കണോ വേണ്ടയോ എന്ന് അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. ക്ലിയർ? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. വെൻ സീക്കിംഗ് കൺസെന്റ് ഫോർ ദ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, ഈ ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനുള്ള അനുവാദം തേടുമ്പോഴത്തേന് ഇറ്റ് ഈസ് നെസസറി, ഇത് ആവശ്യമാണ്. എന്താവശ്യമാണ്? ഇറ്റ് ഈസ് നെസസറി ടു ഗീവ് എ വാലിഡ് റീസൺ, ഒരു കാരണം പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഈസ് നെസസറി ടു അലോ ഓൾ റിലേറ്റീവ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡിക്ലൈൻ ഇറ്റ്, എല്ലാ ആളുകൾക്കും അത് നിരസിക്കാനുള്ള അവസരം കൊടുക്കണം. ഇറ്റ് ഈസ് നെസസറി ടു ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം മാത്രം. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് ഗീവ് എ വാലിഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ഇറ്റ്. ഇറ്റ് ഈസ് നെസസറി ടു ഗീവ് എ വാലിഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ഇറ്റ്. എന്തിനാണ് നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യുന്നത്? വാലിഡ് റീസൺ കൊടുക്കും. അതിവിടെ പറയുന്നു. അതായത് രണ്ടാമത്തെ ലൈനിന്റെ ലാസ്റ്റ് മൂന്നാമത്തെ ലൈനിൽ നോക്കാം. The person consenting will need an explanation for the reasons for the postmortem examination and what it hopes to achieve. ഏത് വ്യക്തിയാണോ ഇതിന് അനുവാദം കൊടുക്കുന്നത് ആ പുള്ളിക്ക് എന്ത് കൊടുക്കണം? നീഡ് ആൻ എക്സ്പ്ലനേഷൻ, വിശദീകരണം. എന്തിനെ പറ്റിയുള്ള വിശദീകരണം?
ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള കാരണത്തെ പറ്റിയുള്ള വിശദീകരണവും ഈ പോസ്റ്റ്മോർട്ടം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് തന്നെയല്ലേ ഈ വാലിഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ഇറ്റ്. ഏറ്റവും വാലിഡ് ആയിട്ടുള്ള നമ്മൾ എന്ത് കൊടുക്കണം, കാരണങ്ങൾ, എന്തിനാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെ ക്വയറി ആയിട്ട് നിർത്താം. എ എലിമിനേറ്റ് ചെയ്യുന്നില്ല. വി ആർ കീപ്പിംഗ് ഇറ്റ് ആസ് എൻ ക്വയറി ആൻഡ് മൂവിംഗ് ടു ബി. നമുക്ക് ബിയിലേക്ക് ബി എന്താണ് പറയണത്? ഇറ്റ് ഈസ് നെസസറി ടു അലൗ ഓൾ റിലേറ്റീവ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡിക്ലൈൻ ഇറ്റ്. ഇറ്റ് ഈസ് നെസസറി, ഇത് വളരെ ആവശ്യമാണ്. എന്താവശ്യമാണ്? അലൗ ഓൾ റിലേറ്റീവ്സ്, എല്ലാ ബന്ധുക്കൾക്കും എന്ത്, ദ ഓപ്പർച്യൂണിറ്റി ടു ഡിക്ലൈൻ ഇറ്റ്, നിരസിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം കൊടുക്കുന്നു. നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? രണ്ടാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പേഴ്സൺ ടു ഗീവ് കൺസെന്റ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, ഏറ്റവും അനുയോജ്യനായ വ്യക്തി, അല്ലാതെ അവിടെ നിൽക്കുന്ന ഓരോ റിലേറ്റീവിന്റെ അടുത്തും പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കാറില്ല. സോ വി ആർ നോട്ട് അറ്റ് ഓൾ ഗിവിംഗ് എ ചാൻസ് ഫോർ ഓൾ ദ റിലേറ്റീവ്സ്. എല്ലാ റിലേറ്റീവ്സിനും അല്ല നമ്മൾ ചാൻസ്, നമ്മൾ ഒരാളോട് ചോദിക്കും അല്ലെ. അപ്പം ഈ ബി എന്ന് പറയുന്ന ആൻസർ ശരിയാണ്? ഒരിക്കലും അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ബി എലിമിനേറ്റ് ചെയ്യുന്നു. സി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ഓൺലി റേസ് ദ സബ്ജക്ട് ആഫ്റ്റർ ദ ഡെത്ത് ഹാസ് ഒക്കേർഡ്. ഈ മരണം സംഭവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ പറയാവൂ. അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? താഴേന്ന് മൂന്നാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ the first approach should be made as soon as it is apparent that the postmortem examination may be desirable, as there is no need to wait until the patient has died. ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി നമ്മുടെ പേഷ്യന്റ് മരിക്കുന്നത് വരെ കാത്തിരിക്കണ്ട എന്ന് എക്സ്ട്രാക്റ്റിലും നമ്മുടെ ഓപ്ഷൻ പറയുന്നത് മരിച്ചതിന് ശേഷം മാത്രം ഈ പ്രൊസീജിയർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മളിവിടെ ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ. Give a valid reason for conducting it. എന്തിനാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു കാരണം നമ്മൾ പറഞ്ഞ് ബോധിപ്പിക്കണം. Is it clear? നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ് അല്ലെ? Hope it's clear for you, and if you have any doubts, please contact us. Thank you.